आज की हिंदी कक्षा में सबको स्वागत है। इन्नത്തെ हिंदी ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം। आज हम आधुनिक हिंदी साहित्य के जाने माने कवयित्री गगन गिल द्वारा रचित कविता इस तरह पढ़ेंगे। ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധയായ കവയത്രി ഗഗൻ ഗിൽ രചിച്ച ഇസ്തർ ഇപ്രകാരം എന്ന കവിതയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് ആരാണ് ഗഗൻ ഗിൽ? गगन गिल का जन्म 1959 में नई दिल्ली में हुआ। वो आधुनिक हिंदी कवयित्री में से एक हैं। उनकी प्रसिद्ध रचनाएं, उनकी कविता संग्रह का नाम एक दिन लौटेगी लड़की, अंधेरे में बुढ़ा, ये आकांक्षा समय नहीं, तपक तपक दिल तपक तपक। गद्य संग्रह है दिल्ली में उनींदे। उनकी यात्रा वृत्तांत है अवाक। उनकी पुरस्कार एवं सम्मान गगन गिल को भारत भूषण अग्रवाल स्मृति पुरस्कार, संस्कृति पुरस्कार और केदार सम्मान से सम्मानित किया जा चुका है. അപ്പോൾ ഗഗൻ ഗിലിനെ കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടുള്ള വിവരമാണിത്. നിങ്ങൾക്ക് എക്സാമിന് ഒരു കവിത ഭാവാർത്ഥം അല്ലെങ്കിൽ ലോങ് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് രചിച്ചിരിക്കുന്ന കവിയുടെ അല്ലെങ്കിൽ കവയത്രിയുടെ കുറിച്ച് വിവരണം എഴുതേണ്ടതായിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഇസ്തർ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ് മലയാളം അർത്ഥം. ഈ കവിതയിലൂടെ കവയത്രി ജീവിതം എന്ന യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ജിന്ദഗി ഏക് സഫർ ഹെ, एक मंजिल से दूसरे मंजिल की ओर की യാത്ര ഹെ ജീവൻ. ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം. അന്തിം മൻസിൽ മൃത്യു ഹെ, അവസാനം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. അതുവരെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ജന്മമുണ്ടെങ്കിൽ മരണവുമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ മറികടന്നിട്ട് വേണം നമ്മൾ ജീവിക്കാൻ, യാത്ര തുടരാൻ. മരണമെന്ന് പറയുന്നത് നിശ്ചിതമാണ്. അപ്പോൾ ഒരിക്കലും ഭയക്കേണ്ടതില്ല. നമ്മുടെ യാത്ര നമ്മൾ തുടരുക. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ വരും, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ കവയത്രി ഉദ്ദേശിക്കുന്നത്. നമുക്ക് കവിത തുടങ്ങാം. इस तरह शुरू होती है यात्राएं, एक पत्थर टकराकर आपके पाँव से गिर जाता है नीचे घाटी में. ഇപ്രകാരമാണ് ഒരു യാത്ര ആരംഭിക്കുന്നത്. നമുക്ക് തടസ്സമായിട്ട് ഒരുപാട് കല്ലുകളും മുള്ളുകളും ഒക്കെ നമ്മുടെ കാലുകളെ സ്പർശിച്ചുകൊണ്ട്, നമുക്ക് തടസ്സമായിട്ട് നിന്നുകൊണ്ട് അതൊക്കെ മറികടന്നിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇവിടെ കവയത്രി പറയാണ്, ഇപ്രകാരമാണ് യാത്ര. ഒരു കല്ല് തട്ടി, നമ്മുടെ കാലാൽ ഒരു കല്ല് തട്ടുന്നു. ആ കല്ല് ഗിർ ജാത്താ ഹേ നീച്ചെ ഘാട്ടി മേ. ഘാട്ടി എന്ന് പറഞ്ഞാൽ താഴ്വാരം എന്നാണ് അർത്ഥം. കൊക്ക, ആ താഴ്വാരത്തിലേക്ക് നമ്മൾ ആ കല്ല് തട്ടുമ്പോൾ ആ കല്ല് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്, ഒരു അങ്ങ് കൊടുമുടിയിലേക്ക്, അല്ലെങ്കിൽ ഈ എവറസ്റ്റൊക്കെ കീഴടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക, അതിന് മുകളിൽ ഉയരങ്ങളിൽ കയറുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന വലിയ സ്ഥാനത്തെത്തുക,
അപ്പോൾ നമുക്ക് മുന്നിലായിട്ട് ഒരുപാട് കല്ലുകളുണ്ടാവും, മുള്ളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ കവിയത്രി പറയുന്നത്, ഇങ്ങനെ യാത്ര ആരംഭിച്ച് ഒരു കല്ല് തട്ടി ആ കല്ല് താഴ്വാരത്തിലേക്ക്, കൊക്കയിലേക്ക് വീഴുന്നതായിട്ട് നാം കാണുന്നു. പൽ ഭർ കെ ലിയെ ആപ് ഭൗഞ്ചക് രഹ് ജാത്തെ ഹൈ. പൽ ഭർ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ ആ കല്ല് താഴേക്ക് പതിക്കുന്നതായിട്ട് നമ്മൾ കൊടുമുടിയുടെ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അത്യുന്നതത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ട് ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പെട്ടെന്നൊരു കല്ല് താഴേക്ക്, കൊക്കയിലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം, എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു, അതാണ് അർത്ഥമാക്കുന്നത്. ആ കല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ദുഃഖം ജീവിതത്തിൽ. ആ നിമിഷം നമ്മൾ ഭൗഞ്ചക് രഹ് ജാതാ ഹൈ. ഭൗഞ്ചക് രഹ് ജാന എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ച് നിൽക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ആ നിമിഷം പരിഭ്രമിച്ച് പോകുന്നു. നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും, നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ സഹോദരിയോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മൾ മരണം സംഭവിക്കുകയോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുഃഖം, നമുക്ക് ജോലി നഷ്ടപ്പെടുകയോ, അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ സമൂഹത്തിൽ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഇതൊക്കെ പ്രതിസന്ധികൾ ഒരുപാട് സഹിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലുണ്ടായിട്ടും ഇതൊക്കെ മറികടന്ന് വിജയിച്ച ഒരുപാട് റോൾ മോഡൽസ് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ച ആനി ശിവ, അതുപോലെ തന്നെ മരണമടഞ്ഞ കൽപ്പന ചൗള, ഇന്ദിരാഗാന്ധി, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീൽ, ഈ അടുത്ത് നമ്മുടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിസ്മയ. അപ്പോൾ വിസ്മയെ പോലെയുള്ള ആളുകളോടാണ് ഈ കവിത പറയുന്നത്. നമ്മൾ പരിഭ്രമിക്കേണ്ടതില്ല. ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് മുന്നിലുണ്ടാകാം. അതൊക്കെ നമ്മൾ മറികടന്ന് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ ഒരു നിമിഷം നമ്മൾ പരിഭ്രമിച്ച് പോകുന്ന സിറ്റുവേഷൻസ് നമുക്ക് എന്തായാലും ഉണ്ടാകാം. അപ്പോൾ ഈ യാത്രയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നു. रास्ते की बजाय नीचे घाटी में दिखती है नदी സുന്ദർ നഹി ഭയാനക്. ഇവിടെ കവിയത്രി പറയുകയാണ്, വഴിയിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വഴിയിൽ താഴെ കൊക്കയിൽ ഇപ്പോൾ നദി കാണുന്നുണ്ട് അല്ലേ. താഴത്തേക്ക് നോക്കുമ്പോൾ, യാത്ര ചെയ്ത് ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് കൊടുമുടിയിൽ അങ്ങറ്റത്ത് നമ്മൾ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കിയാൽ കൊക്കയിൽ ഉള്ള നദി കണ്ടാൽ നമുക്ക് ഭയാനകമായിട്ട് നമുക്ക് തോന്നാം. സാധാരണ നദി കാണുമ്പോൾ നമുക്ക് ആനന്ദം നൽകുന്ന ഒന്നാണല്ലേ. പക്ഷേ ഇവിടെ അങ്ങ് ഉയരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ നദി നമ്മളെ ഭയം ഉദ്ഭവിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ ഭയക്കേണ്ടതില്ല, നമ്മൾ പിന്നോട്ട് നോക്കേണ്ടതില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നാണ് ഇവിടെ കവിയത്രി പറയുന്നത്. അപ്പോൾ ഘാട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊക്ക അല്ലെങ്കിൽ താഴ്വാരം എന്നാണ്. അപ്പോൾ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കല്ല് താഴത്തേക്ക് വീണു. ആ കല്ല് നേരെ താഴത്തേക്ക് വീണത് കൊക്കയിലേക്കാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആനന്ദം നൽകിയിരുന്ന, സമാധാനം നൽകിയിരുന്ന നദി അങ്ങ് ഉയരങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന പോലെ നമുക്ക് തോന്നുന്നു. आप चढ़ाई चढ़ रहे होते हैं, तोड़ देता है हवा का दबाव, सीने का पिंजरा निकल आता है बाहर, धक धक करता दिल. നമ്മൾ ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ചടായി എന്ന് പറഞ്ഞാൽ കയറ്റമാണ്, ചടണം എന്ന് പറഞ്ഞാൽ കയറിക്കൊണ്ടിരിക്കുക. തോട് തെത്താഹെ അവാക്ക ദബ. അങ്ങനെ നമ്മൾ
കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ യാത്ര മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് ഹവാ കാ ദബാവ് ആതാ ഹൈ. ഹവാ കാ ദബാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഷർ, സമ്മർദ്ദം നമുക്ക് സംഭവിക്കാം. പേടി, ഭയം, പ്രഷർ. അപ്പോൾ സീനെ കാ പിഞ്ചറ എന്ന് പറഞ്ഞാൽ നെഞ്ചും കൂടാണ്. നമ്മൾ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ പുറത്ത് ധക് ധക് എന്ന് ശബ്ദം കേൾക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ. നമ്മൾ പെട്ടെന്ന് പരിഭ്രമിച്ച് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സാണ്. ജീവിതത്തിലും അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. आंखों के आगे छा जाती है काली धुंध, कुछ समझ नहीं पाते ऊपर जाएं या नीचे. അപ്പോൾ ഇവിടെ കവിയത്രി പറയാണ്, നമ്മുടെ കണ്ണിന് മുമ്പിലായിട്ട് ഇരുട്ട് മൂടുന്നതായിട്ട്, കറുത്ത ഇരുട്ട് മൂടുന്നതായിട്ട്, ഇരുട്ട് കയറുന്നതായിട്ട് നമുക്ക് തോന്നും. കാലി ധൂന്ത് എന്ന് പറഞ്ഞാൽ കറുത്ത മൂടൽമഞ്ഞ്. ചാജാന, അതായത് വ്യാപിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കണ്ണിലും ഒക്കെ ഇരുട്ട് കയറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകാം. അപ്പം ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതൊക്കെ മറികടക്കണം, ഇങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ടാകാം എന്നാണ് ഈ കവിതയിൽ കവിയത്രി പറയുന്നത്. कि तभी चट्टान में से झांकते हैं नन्हे नीले फूल. അപ്പോൾ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ആരോ നമ്മെ എത്തി നോക്കുന്നതായിട്ട് തോന്നുന്നത്. നന്നേ നീലെ ഫൂൾ, ചെറിയ നീല പുഷ്പം നമ്മളെ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പരിഭ്രമിച്ച് പേടിച്ച് നിൽക്കുന്ന സമയത്ത്. ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടാണ്. നന്ന എന്ന് പറഞ്ഞാൽ ചെറിയ, നീല എന്ന് പറഞ്ഞാൽ നീല കളർ, ഫൂൾ പുഷ്പം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് കൂട്ടായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇവിടെ കവിയത്രി പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ ആരാണ് എത്തി നോക്കുന്നത്? നന്നേ നീലെ ഫൂൽ. നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. വറീസ്, ഡൗട്ട്സ്, സ്ട്രെസ്സ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, വർക്ക്സ് പ്രോബ്ലംസ്, ഫാമിലി പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ്. ഇതൊക്കെ നമ്മൾ മറികടക്കണം. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്, ജീവിതം സക്സസ് ആവാനുള്ള പരീക്ഷണങ്ങൾ. അപ്പോൾ കവിയത്രി ഇവിടെ പറയുന്നത്, അങ്ങനെ നമ്മൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അച്ഛനോ അമ്മ, നമ്മുടെ ഫ്രണ്ട്സ്, സൊസൈറ്റി. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടതായിട്ട് ഒരു കാരണവും ഇല്ല. ഉഡ് ജാത്തി ഹേ ഏക് തിത്തലി ചുക്കർ ആപ്കി ബാഹ്. അപ്പം അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പൂമ്പാറ്റ, തിത്തലി എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയാണ്, നമ്മളെ കൈകളെ സ്പർശിച്ചുകൊണ്ട് പറന്നു പോകുന്നു. ബാഹ് എന്ന് പറഞ്ഞാൽ കൈകളാണ്. ഉഡ്ജാന പറന്നു പോവുക. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു ചെറിയ നീല പുഷ്പം നമ്മളെ എത്തി നോക്കി. അതുപോലെ തന്നെ പൂമ്പാറ്റ നമ്മളെ സ്പർശിച്ചുകൊണ്ട്, നമ്മുടെ കൈകളെ സ്പർശിച്ചുകൊണ്ട് പറന്നു പോകുന്നു. അതുപോലെ ഘാസ് ഉഠാത്തി ഹേ ഹൽക്കെ സെ അപ്ന സിർ. അതുപോലെ തന്നെ ഘാസ് എന്ന് പറഞ്ഞാൽ ഗ്രാസാണ്, അതായത് പുല്ല് തല ഉയർത്തി നോക്കുന്നു. പതുക്കെ, ഹൽക്കെ എന്ന് പറഞ്ഞാൽ പതുക്കെയാണ്. പുല്ല് തൻ്റെ തല ഉയർത്തി നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ പരിഭ്രമിച്ച് നോക്കുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് നമ്മളെ പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള, നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്, നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് നമുക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ആപ് മുസ്കുറാത്തെ ഹേ ഹോലെ സെ. അപ്പോൾ നമ്മൾ ഒന്ന് പതുക്കെ, ഹോലെ പതുക്കെ എന്നാണ് അർത്ഥം. നമ്മളും പതുക്കെ പുഞ്ചിരിക്കുന്നു. ഉള്ളിലെ പേടി അകലുന്നു. പ്രകൃതി നമ്മുടെ കൂടെയുണ്ട് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. പ്രകൃതി ഹമാരെ സാഥ് ഹേ. ജിന്ദഗി മേ കई बाधाएं, कठिनाइयाँ हमें सामना करने होंगे, उसे पार करना चाहिए. അതിനെയൊക്കെ നമ്മൾ മറികടക്കണം.
हमारे साथ सब लोग हैं हमारे साथ, प्रकृति हैं, हमारे माँ बाप, भाई बहन, दोस्त, ये समाज हमारे साथ है। और देखते हैं आप ही नहीं हैं പ്രകൃതി में अकेले ഏകാന്ത में മുസ്കുറാനെ वाले. നമ്മൾ മാത്രമല്ല പ്രകൃതിയിൽ ആ ഒരു നിമിഷം ഒറ്റയ്ക്കുള്ളത്. ആ ഏകാന്തതയിൽ നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ചുറ്റും പക്ഷികളും ചെടികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ഭയം അപ്പോൾ അകന്നു പോകുന്നു. വിസ്മയ പോലെയുള്ള പെൺകുട്ടികൾ വീട്ടിൽ തിരിച്ചു പോയി അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറഞ്ഞ് ആ ബന്ധം ഇല്ലാതാക്കി വളരെ സമാധാനത്തോടു കൂടി തൻ്റെ ജോലിയും നോക്കി തൻ്റെ അച്ഛനെ അമ്മയെയൊക്കെ നോക്കി അവൾക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ ഒരു നിമിഷമുണ്ടായ തോന്നൽ, അവിടെയാണ് അവൾക്ക് പിഴച്ചത്. फूल है और तितलियाँ और बच्चे बहुत बूढ़े हो गए, समय के उस पार चले गए कुछ लोग. നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ചുറ്റും പുഷ്പമുണ്ട്, പൂമ്പാറ്റയുണ്ട്, കുട്ടികളുണ്ട്. ബഹുത് ബുഡ്ഢെ ഹോ ഗയെ, കുട്ടികളായിരുന്നു, പക്ഷേ ഇപ്പോൾ വൃദ്ധന്മാരായവരുമുണ്ട് നമുക്ക് ചുറ്റും. പണ്ട് കുട്ടികളായിരുന്നു. സമയക്ക് ഉസ് പാർ ചലേ ഗയെ കുച്ച് ലോഗ്, കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു അല്ലേ. നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രൂപത്തിനൊക്കെ മാറ്റങ്ങൾ വരാം. ഇന്ന് നാം കുട്ടിയാണെങ്കിൽ നാളെ നമ്മൾ വൃദ്ധന്മാരാകും. അത് നമ്മൾ ഓർക്കണം. അതായത് സമയത്തെ മറികടന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് വൃദ്ധന്മാരായ, പണ്ട് കുട്ടികളായിരുന്നവർ. അപ്പോൾ അവരൊക്കെ നമുക്കുണ്ടെന്നാണ്, നമുക്ക് കൂട്ടായിട്ടുണ്ടെന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. സബ് മുസ്കുരാ രഹേ ഹൈ അക്കേലെ അക്കേലെ ടീക് ഇസ് വക്ത്. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്, എല്ലാവരും ഒറ്റയ്ക്കാണ്. സബ് ലോഗ് അക്കേലെ ഹൈ, അക്കേലെ ജാനാ ഹൈ ഹമേ ജിന്ദഗി മേ, ആകെ അക്കേലെ ജാനാ ഹൈ. एक दिन हम ज़रूर अकेले होंगे, तब हमारे साथ कोई नहीं होंगे. तब कवित्री कहते हैं सब लोग अकेले थे, सब चलते हैं अकेले, रुकते हैं, मुड़ते हैं. എല്ലാവരും ഒറ്റയ്ക്കാണ്, നടക്കുന്നതും നിൽക്കുന്നതും തിരിയുന്നതും. മുടണ എന്ന് പറഞ്ഞാൽ തിരിയുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് നമ്മൾ ഉയർന്ന പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ഭയക്കാനല്ല, നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കരുതെന്ന് പറയാറില്ലേ, അതുകൊണ്ട്. पता ही नहीं चलता उन्हें अकेले नहीं वे, जब तक छू न जाए उन्हें तितली का पंख. ഈ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനമാണ്. തിത്ലി ക പങ്ക്, പങ്ക് എന്നാണ് ചിറകാണ്. പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനമാണ് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന മനോഭാവം നമുക്ക് ഉണ്ടാക്കിത്തന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. പത്താഹി നഹി ചൽത്ത, മനസ്സിലാകുമായിരുന്നില്ല. ഉനെ അക്കേലെ നഹി വേ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന്. ജബ് തക് ഛൂ ന ജായി ഉനെ തിത്ലി ക പങ്ക്, പൂമ്പാറ്റയുടെ ചിറക് നമ്മളെ സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നില്ല. ഈ അക്കേലാപ്പൻ, ഒറ്റപ്പെടൽ, അതൊരു തോന്നലാണ് അല്ലേ, ഒരു പ്രതീതിയാണ്. इस तरह शुरू होती है यात्राएं, एक पत्थर से दूसरे पत्थर तक रुक रुक कर. ഒരു കല്ലിൽ നിന്ന് മറ്റു കല്ലിലേക്ക് പതുക്കെ പതുക്കെ നിന്നുകൊണ്ട് ഉള്ള യാത്രയാണ് ജീവിതം. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഒരു കല്ലിൽ നിന്ന് മറ്റു കല്ലിലേക്ക്. കല്ലും മുള്ളൊക്കെ നമ്മുടെ വഴിയിലുണ്ടാകാം. ധീരെ ധീരെ പहुंचते हैं आप चोटी तक, ദേഖ്തേ ഹെ മുടുക്കർ. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നു. കൊടുമുടിയുടെ ശിഖരം വരെ നമ്മൾ എത്തിച്ചേരുന്നു. ചോട്ടി കൊടുമുടിയുടെ ശിഖരമാണ്. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. ദേഖ്തേ ഹെ മുടുക്കർ.
ന കഹി ഫൂൽ ദിക്കായി ദേത്തെ ഹെ ന തിത്ലി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ ഫൂളും നമ്മൾ നേരത്തെ കണ്ട പുഷ്പങ്ങളോ അല്ലെങ്കിൽ പൂമ്പാറ്റയോ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ ഇവിടെ കവയിത്രി പറയുകയാണ്, അങ്ങനെ യാത്ര തുടർന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി നമുക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ അങ്ങ് കൊടുമുടിയുടെ ശിഖരം വരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തില്ല, നമ്മൾ നേരത്തെ കണ്ട പൂമ്പാറ്റയോ പുഷ്പമോ ഇല്ല. ना वो पत्थर जो एक दोपहर पैर से टकराया था आप लुढ़कने वाले थे नीचे घाटी में. നമ്മൾ ഉച്ച സമയത്താണ് യാത്ര ആരംഭിച്ചത്. ആ സമയത്ത് നമ്മുടെ ഒരു കല്ലിൽ തട്ടിയിരുന്നു കാല്. ആ കല്ല് പോലും ഇപ്പോൾ അവിടെ ഇല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ. ना वह पत्थर जो एक दोपहर पैर से टकराया था आप लुढ़कने वाले थे नीचे घाटी में. ആ കല്ല് തട്ടി നമ്മൾ താഴെ ഉരുണ്ട് വീഴേണ്ടതായിരുന്നു. ലുടക്കന എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീഴുക. ഘാട്ടിമേ അങ്ങ് കൊക്കയിൽ, താഴ്വാരത്തിൽ അല്ലേ, അങ്ങ് വീണിരുന്നെങ്കിൽ നമ്മുടെ ജീവൻ എന്തായാലും പോകുമായിരുന്നു. അതിനർത്ഥം ജന്മമുണ്ടെങ്കിൽ മരണമുണ്ട്. മരണം നമ്മുടെ പിന്നാലെ ഉണ്ട്, നേലായിട്ടുണ്ട്. നമ്മളാണ് ആ കല്ലിന് സ്ഥാനത്ത് നമ്മൾ താഴത്തേക്ക് പതിക്കുന്നതെങ്കിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടേനെ. പക്ഷെ ഇവിടെ കവയിത്രി പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു, മുന്നോട്ട് തന്നെ പോവുക. कैसे नादान थे आप सोचते थे तब गिरे तो मरे जानते ना थे इस तरह होती है यात्राएं. കല്ലിൻ്റെ സ്ഥാനത്ത് നാമാണ് വീണിരുന്നെങ്കിൽ മരണം ഉറപ്പായിട്ടുണ്ടായേനെ അല്ലേ. कैसे नादान थे आप, എത്ര അറിവില്ലാത്ത ആളായിരുന്നു നമ്മൾ ചിന്തിക്കുമായിരുന്നു. അല്ലേ, നമ്മളാണ് ആ കല്ലിൻ്റെ സ്ഥാനത്ത് വീഴുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മരിച്ചേനെ. നമുക്കതറിയില്ല അല്ലേ. ജീവിതമെന്ന യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇങ്ങനെ കല്ലും മുള്ളൊക്കെ ഉണ്ടാകും. നമ്മൾ അറിവില്ലാതെയാണ് നമ്മൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഇവിടെ നാഥാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ജീവിതമെന്ന് പറയുന്നത് ഇറ്റ്സ് എ സസ്പെൻസ് ത്രില്ലർ. ലൈഫ് ഈസ് എ സസ്പെൻസ് ത്രില്ലർ. ഡോണ്ട് മിസ് ഇറ്റ്. ലൈഫ് ഈസ് എ ഷോർട്ട് ആൻഡ് ദ വേൾഡ് ഈസ് വൈഡ്. ഇന്നത്തെ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രകാരമാണ് ജീവിതം ജീവിച്ച് തന്നെ തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ധന്യവാദ്.